പൊന്നി, എന്റെ മോളെ ഞാൻ എവിടെ ചെന്ന് തിരക്കും? എന്റെ കാവിലമ്മേ, നീ തന്നെ രക്ഷിക്കണേ. നീ ഒന്നും മിണ്ടാതിരിക്കും. അവന്റെ വിശേഷം തുണുമൂരാക്കി കുഞ്ഞിനെയും കൊണ്ട് ആരോമൽ പുത്തൂരം വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എന്ത്? അപ്പോൾ എന്റെ മോളെ നശിപ്പിച്ചത് ആരോമലാണല്ലേ? എന്തിനു നോക്കി നിൽക്കണം? ഉടൻ ഒരു പടവളിക്കട്ടെ പുത്തൂരം വീട്ടിലേക്ക്. വേഗം ആരോമലെ, നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ പാവം പെണ്ണ് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നോടാ. എടാ വിടാകണ്ട, നീ എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ. അറിയിച്ചാൽ തല കൊയ്യുമെന്നായിരുന്നു ആശാന്റെ കൽപ്പന. കുഞ്ഞുണ്ണൂലിയെ ഭയന്ന് ഞാൻ ആരെയും അറിയിച്ചില്ല അച്ഛ. പെണ്ണല്ലേ, അവൾക്ക് വല്ല തോന്നുമെന്ന് നനച്ചു. എന്ത് തോന്നാൻ? കല്യാണ രാത്രിയിൽ ഞാൻ നിങ്ങളോട് കൂടി പറഞ്ഞതല്ലേ ഈ പെണ്ണിനെ കൂടി പുടവ കൊടുത്തു കൊണ്ടുവരാൻ. കുഞ്ഞുമതി, എന്നോട് ക്ഷമിക്കൂ. ഞാൻ ക്ഷമിക്കണമല്ലേ? ഓഹോ, മികച്ചേരി വീട്ടിൽ നിന്നും ഇങ്ങോട്ട് പട നയിക്കുകയാണല്ലേ? ശരി, വരട്ടെ. എവിടെ നമ്മുടെ ശിഷ്യന്മാരെ വിളിക്കുക? നീ അങ്ങോട്ട് മാറുന്നു. ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒരടി നീ മുന്നോട്ട് വെച്ചാൽ എല്ലാത്തിനും ഞാൻ അരിഞ്ഞു വീഴ്ത്തും. കണ്ണപ്പ സേവകരെ, മക്കളെ പഠിപ്പിക്കുന്നെങ്കിൽ മര്യാദയ്ക്ക് പഠിപ്പിക്കണം. എന്തുണ്ടാകണം? കാര്യം പറയും. കൊള്ളാമെന്നൊരു കുടി കയറി പെണ്ണിനെ നശിപ്പിച്ച് ഒന്നല്ല 2 വട്ടം. എന്നിട്ട് കള്ളവും ചതിയും കൊണ്ട് വീട് നശിപ്പിച്ചവനാണ് നിങ്ങളുടെ മകൻ ആരോമൽ. എന്ത്? എന്റെ മകൻ ആരോമലോ? എങ്ങനെയിരിക്കുന്നു അമ്മാവ ശൂരനായ മകന്റെ കേൾവി? പണ്ടൊരിക്കൽ ഞാൻ ഉണ്ണിയാർച്ചയുടെ അറയിൽ കയറിയതിന് വാണം വീശിക്കൊണ്ട് എന്റെ തലയെടുക്കാൻ വന്നവനാണ് ഈ നിൽക്കുന്ന ആരോമൽ. സ്വന്തം ഭാര്യ ഉള്ളപ്പോ അന്യകുടിയിൽ കയറി ഒരു പെണ്ണിനെ പിഴപ്പിച്ച് ഇങ്ങോട്ട് കട്ടുകൊണ്ടുവന്നിരിക്കുകയാണ്. എന്റെ ഭർത്താവ് ഒരു പെണ്ണിനെയും പിഴപ്പിച്ചിട്ടില്ല. പെണ്ണിനെ പിഴപ്പിച്ചത് നിങ്ങളാണ്. അച്ഛൻ ക്ഷമിക്കണം. ചന്തു, എന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. എന്നെ ഓർക്കുന്നുണ്ടോ? പണ്ട് എന്നെ കളരി അഭ്യാസത്തിനിരുത്തിയത് ഓർക്കുന്നുണ്ടോ? നീ ഉണ്ണിയാർച്ചയെന്ന് കേട്ടിട്ടുണ്ടോ? തുമ്പൂരാർച്ചയെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിരിക്കും. രണ്ടും എന്റെ ശിഷ്യകളാണ്. ആർക്കുമില്ലാത്ത സൗന്ദര്യം അവർക്ക് നേടിക്കൊടുത്തത് ഈ ചന്തുവാണ്. അംഗം വെട്ടുന്ന പെൺകുടിമാരുടെ സൗന്ദര്യം മറ്റാർക്കും കിട്ടുകയില്ല. പിന്നെ കാർക്കൂന്തൽ വനങ്കുല പോലെ വളർന്ന് നിലത്തിഴയും. അച്ഛാ, എന്നെയും കച്ചകെട്ടി കളരിയിലിരുത്തു. എനിക്ക് വിരോധമില്ല. പക്ഷേ ആണും പെണ്ണും മുട്ടിയുരുമെന്ന കളരി ആയതുകൊണ്ട്. എന്ത്? ആണും പെണ്ണും മുട്ടിയുരുമുകയോ? ചന്തുവിന്റെ കളരിയിലോ? അങ്ങനെ വല്ലതും ഉണ്ടായാൽ എല്ലാത്തിന്റെയും തല ഞാൻ കരുതികളെ. മോളെ, ഇപ്പോഴേ ദക്ഷിണിക്കും. കുഞ്ഞുനോട്ടി, കുഞ്ഞുനോട്ടി, കരയാതെ. ഇന്നു മുതൽ നീ എന്റെ ഭാര്യയാണ്. ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ എന്നിൽ നിന്ന് വേർപിരിക്കാൻ സാധ്യമല്ല. തുളുനാട്ടിൽ പോയി വന്ന ഉടനെ ഞാൻ നിനക്ക് പുടവ തരും. ചിരിക്കൂ, ചിരിക്കൂ, ചിരിക്കൂ. ഈ മാനക്കേട് അച്ഛൻ അറിയുന്നതിന് മുമ്പ് അങ്ങ് എനിക്ക് പുടവ തരണം. ഒന്നാം ഘട്ടം, എനിക്ക് തുളുനാട്ടിൽ പോയി 100 കളരി തുറക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വന്നാ വന്നു. മനസ്സിലായില്ലേ? ഞാൻ വന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചേകോന്റെ പേര് പറഞ്ഞ് ജീവിച്ചോളൂ. എന്റെ പേരിന് കളങ്കം വരുത്തിയാൽ നിന്റെ കുടുംബം ഞാൻ വിളിപ്പിക്കും. കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കി വെച്ചിട്ട് നീ ഇന്ന് കരയുന്നോടി. ഇന്ന് ഞാൻ ജീവനോട് വിജയിക്കില്ല. എന്റെ ഈ മാനക്കേട് മുഴുവൻ മറ്റാരെയും അറിയിക്കാതെ ചുമന്നത് നല്ലവളായി ഈ നിൽക്കുന്ന തുമ്പോലാർച്ച. എനിക്കിനി ജീവിക്കണ്ട.
എന്നെ വെട്ടിക്കൊന്നു. സമാധാനിക്കും കുഞ്ഞുമൂരി. എന്റെ ക്ഷമ കൊണ്ട് എത്ര ജീവിതങ്ങളാണ് രക്ഷപ്പെട്ടത്. പക്ഷേ ഈ ദ്രോഹിയാണ് ഇതിനൊക്കെ കാരണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും നിലച്ചില്ല. എടാ പരമദുഷ്ട, നിന്റെ അച്ഛൻ കണ്ണപ്പച്ചേരിയുടെ അനന്തരവൻ ചന്തുവിനെയാണെന്ന് ഓർക്കണം. ചന്തു, നിന്നെ തല്ലുകയല്ല വേണ്ടത്, കൊല്ലുകയാണ് വേണ്ടത്. നീ രണ്ട് കുടുംബം തകർത്തവരാണ്. കൂടിക്കൂടി, എല്ലാവരും ഒന്നിച്ചു കൂടിക്കൂടി. ചന്തുവിന്റെ രക്തം ചൂടായാൽ ഇവിടെ ഭസ്മമാക്കി കളയും. കടത്തനാട്ട പെൺകുടികളെല്ലാം നിന്റെ ചൊൽപ്പടിയിലാടാ. ഒരു പെണ്ണൊന്ന് പിഴച്ചു പോയാൽ വന്നതൊക്കെ വന്നു. ചന്തു, നിങ്ങൾ പോയില്ല. അമ്മാവ, അങ്ങനെ മകനെ ഒളിച്ചു കിടത്തേണ്ട. അനന്തരവന്റെ ചോര ഈ മുറ്റത്തൊടുക്കിയിട്ട് അയച്ചാൽ മതി. ചന്തു, നിങ്ങളുടെ രക്തം ഈ മുറ്റത്തൊഴുക്കാൻ പറ്റിയതല്ല. പാവത്തിന്റെ കരപുരണ്ട ആ രക്തം ഈ നാടിന് മാനക്കേടാണ്. പാവപ്പെട്ട ഈ കുഞ്ഞുമൂലിയുടെ മാനം പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞിട്ട് അതിലുണ്ടായ സ്വന്തം ചോര കുഞ്ഞിനെ എന്നോടൊത്ത് സുഖിക്കാൻ വേണ്ടി ഞെക്കിക്കൊണ്ട കൊലയാളിയാണ് നിങ്ങൾ. പറഞ്ഞോളി, എല്ലാ കഥകളും പറഞ്ഞോളി. എല്ലാം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ചുഴയുണ്ടെങ്കിൽ വരെ എന്തിനു നാണക്കാണ് കേട്ട് നിൽക്കുന്നത്? അവനെ വെട്ടി കൊല്ലും. അയ്യോ കാവിലമ്മ, ഞാൻ എന്ത് ചെയ്യണം? ആര് മരിക്കുന്നു? കുറ്റങ്ങൾക്കുള്ള ശിക്ഷ കിട്ടാതെ ആരും ഈ മണ്ണിൽ നിന്നും പിരിയില്ല. ഇല്ല, ഇവനെ ഞാൻ വിടില്ല. അവനെ കൊന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കയില്ല. കാവിലമ്മയാണ് സത്യം. എടാ, എന്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നില്ല. പക്ഷേ ഈ പെൺകുടിമാരുടെ കാലുകഴിയെ വെള്ളം കുടിപ്പിച്ചെങ്കിലേ നിന്നെ ഞാൻ ഇവിടെ നിന്ന് വിടൂ. തുമ്പോളാച്ചേ, അയ്യോ, അവിടുന്ന് അത് മാത്രം പറയരുത്. വാളുകൊണ്ട് തല എറിഞ്ഞിട്ടാലും അവിടുന്ന് ആ ശിക്ഷ മാത്രം ചെയ്യിക്കരുത്. ആരോമനെ, ശവത്തിൽ കുത്തി പലിക്കാതെ തെറ്റും കുറ്റവും ആർക്കും പറ്റും. നാളെ ഒരു പക്ഷേ നിനക്ക് അംഗത്തിന് തുളക്കി നിൽക്കാൻ വരെ ഈ ചന്തു ഉപകരിക്കുമെന്ന് ആരറിഞ്ഞു മോനെ? ക്ഷമിക്കും. പോയി നല്ലവനായി ജീവിക്കും. പോയി.